നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൽ സാൽവഡോറിനെ തോൽപ്പിക്കാനൊന്നും അർജൻറ്റീനയ്ക്ക് ലയണൽ മെസ്സിയുടെ ആവശ്യമില്ല. കാരണം നിലവാരത്തിൽ രണ്ട് ടീമുകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ അർജൻറ്റീന സർവാധിപത്യം പുലർത്തിയ മത്സരം ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അവർ വിജയിച്ചു കയറി. യുഎസിലെ ഫിലാഡൽഫിയയിൽ വെച്ച് നടന്ന മത്സരത്തിൽ അർജൻറ്റീനയ്ക്ക് വേണ്ടി റൊമേറോ, എൻസോ ഫെർണാണ്ടസ്, ജിയോവാനി ലോ ചെൽസോ എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത്. ലിയോ മെസ്സി പരിക്കേറ്റ് സ്ക്വാഡിലില്ലാത്ത ഈ ഘട്ടത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ആംഗേൽ ഡി മരിയയും ലൗട്രോ മാർട്ടിനസും ഒരുമിച്ചാണ് കളിക്കാനിറങ്ങിയത്. കളിയുടെ 16-ാമത്തെ മിനിറ്റിലാണ് ക്രിസ്ത്യൻ റൊമേറോയിലൂടെ അർജൻറ്റീന ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. അർജൻറ്റീനയുടെ ഒരു സർവാധിപത്യമാണ് ഈ മത്സരത്തിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഡി മരിയയുടെ അസിസ്റ്റിൽ നിന്നാണ് ക്രിസ്ത്യൻ റൊമേറോയുടെ ഗോൾ പിറക്കുന്നത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് 42-ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് അർജൻറ്റീനയുടെ ലീഡ് വർദ്ധിപ്പിച്ചു. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം 52-ാമത്തെ മിനിറ്റിൽ ലൗട്രോയുടെ അസിസ്റ്റിൽ നിന്ന് ജിയോവാനി ലോ ചെൽസോ കൂടി ഗോളടിച്ചതോടെ അവരുടെ ഗോൾ പട്ടിക പൂർത്തിയാക്കി 3-0 തകർപ്പൻ ജയമാണ് അർജൻറ്റീന ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അവരുടെ അടുത്ത മത്സരം കോസ്റ്റാറിക്കയ്ക്കെതിരെയാണ്. മാർച്ച് 27-ന് രാവിലെ ഇന്ത്യൻ സമയം 8:30 അർജൻറ്റീന വേഴ്സസ് കോസ്റ്റാറിക്ക മത്സരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.